الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വേണ്ട വിധം തഖ്വ ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുഅ്മിനിന് മറ്റൊരു മുഅ്മിനിനോട് ചില ബാധ്യതകളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ 6 എണ്ണമാണ്. അതിൽ അവസാനത്തെ 2 ബാധ്യതകളെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. വഇദാ മരിള ഫഉദു. അവന് രോഗം വന്നാൽ നീ അവനെ സന്ദർശിക്കണം. അത് 5-മത്തതാണ്. 6-മത് പറഞ്ഞു തരാണ് വഇദാ മാത ഫത്തബിഉഹു. അവൻ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ അവന്റെ ജനാസയെ അനുഗമിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാനത്തെ ഒരു ബാധ്യത അതാണ്. അതുകൊണ്ടാണ് ജനാസയുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഒരു മുഅ്മിൻ മരണപ്പെട്ടാൽ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മയ്യത്തിനെ കുളിപ്പിക്കുക എന്നത്. പലപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും മരണപ്പെട്ടാൽ നാട്ടിലാരാണ് ഏറ്റവും നന്നായി കുളിപ്പിക്കാൻ അറിയുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ്. പല ആളുകളും മരണപ്പെട്ടു പോയി, ഇപ്പോഴും നമ്മൾ അന്വേഷിക്കുകയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് ഞാൻ പഠിക്കുക എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉമ്മ മരണപ്പെടുന്നു, നമ്മുടെ വാപ്പ മരണപ്പെടുന്നു, നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കുമല്ലോ. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കർമ്മം ഞാൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് അത് വന്നതിന് ശേഷം പഠിക്കുക എന്നത് സാധ്യമല്ല. അത് നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്നത്. പലപ്പോഴും നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകളെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഏറ്റെടുക്കുകയും അത് കൃത്യമായി നമ്മൾ നിർവഹിക്കുകയും വേണം. അതിൽ പലപ്പോഴും നമ്മൾ ഇന്ന് മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു അബദ്ധമാണ്, അത്തരം ഇടങ്ങളിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, മയ്യത്തിനെ കുളിപ്പിക്കുന്നതിൽ അതിലേറ്റവും അർഹനായത് അവന്റെ വലിയ ഉണ്ടാകണം. രണ്ടാമത് അതിനെ സഹായിക്കാൻ 1-2 ആളുകൾ, ആവശ്യമെങ്കിൽ അവർ കൂടി. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് പല ആളുകൾ അതിൽ തിക്കിത്തിരക്കി കയറുകയാണ്. കാരണം മയ്യത്തിന് ഒരുപക്ഷെ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ കാണാൻ ഇഷ്ടപ്പെടാത്ത പല ന്യൂനതകളും കണ്ടു എന്ന് വരാം. അത് ആളുകൾക്കിടയിൽ പ്രചരിക്കരുത്. അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കുന്നവൻ ഉണ്ടാകേണ്ട 2 ഷർത്തുകൾ പറഞ്ഞപ്പോൾ, ഒന്നാമത് കുളിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയണം, ഇസ്ലാമിക ഭാഷ അറിയണം. അത് 1-മത്തതാണ്. 2-മത്തത് അമീനായിരിക്കണം, സത്യസന്ധനും വിശ്വസ്തനുമായിരിക്കണം. അവൻ കണ്ട ന്യൂനതകൾ ഒരു കാരണവശാലും പുറത്താളുകളോട് പറയരുത്. അങ്ങനെ ആവണമെങ്കിൽ തന്നെ നമ്മൾ തന്നെ അത് ഏറ്റെടുക്കണം. നമ്മളുമായി ബന്ധപ്പെട്ടവരെ തന്നെ അത് അറിയണം. പുറത്താരോടും ചോദിക്കേണ്ട അവസ്ഥ വരരുത് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ഹദീസ് മയ്യത്ത് കുളിയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരൊക്കെ കൊണ്ടുവരികയാണ്.
മൻ സതറ മുഅ്മിനൻ സതറല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുഅ്മിനിന്റെ ന്യൂനത കണ്ടാൽ എന്നിട്ട് അത് അവൻ മറച്ചു വെച്ചാൽ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് പറയുന്നത് മയ്യത്തുമായി ബന്ധപ്പെട്ട കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു ബാബിലാണ് പണ്ഡിതർ ഈ ഹദീസ് കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ചു പോകും, മയ്യത്തിന്റെ ന്യൂനത പോലും മറച്ചു വെക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ന്യൂനതകൾ എത്ര കണ്ട് നമ്മൾ മറക്കണം? നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട്? നമ്മള് വാപ്പമാർ അറിയാതെ, ഉമ്മ അറിയാതെ, സഹോദരൻ അറിയാതെ, ഭാര്യമാർ പോലും അറിയാതെ, ഒരുപക്ഷെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളുമായി എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയാൻ സാധ്യതയുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു ഈ ദുനിയാവിൽ മറച്ചു വെക്കുകയാണ്. പക്ഷെ നാളെ ആഖിറം വരും. നാളെ ഇവരെല്ലാം കാണുന്ന, ഒരുപക്ഷെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലുമുള്ള സന്നിധിയിൽ ഇതൊക്കെ നാളെ തുറന്ന് കാണിക്കപ്പെടും എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അവിടെ ആ പാപങ്ങൾ മറക്കപ്പെടണോ, മറച്ചു വെക്കണോ, നിന്റെ മാനം രക്ഷിക്കണോ? അവിടെയാണ് ഈ ഹദീസ് നമ്മൾ വായിക്കേണ്ടത്. മൻ സതറ മുഅ്മിനൻ. ദുനിയാവിൽ ന്യൂനതയുള്ള ഒരുപാട് ആളുകളെ, എന്റെ സഹോദരനുണ്ടാവും, എന്റെ പാർട്ണറുണ്ടാവും, എന്റെ കൂട്ടുകാരനുണ്ടാവും, അവൻ ന്യൂനതൊക്കെ എനിക്കറിയാം. ഞാൻ മറച്ചു വെച്ചാൽ അള്ളാഹു ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എന്റെ പാപങ്ങൾ അള്ളാഹു മറച്ചു വെക്കും. മയ്യത്തുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് വിശ്വസ്തനെ ഏൽപ്പിക്കണം എന്ന് പറയുന്നത്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അവന്റെ ഔറത്തുകൾ കൃത്യമായി മറച്ചിരിക്കണം. അവന്റെ മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കണം. മീശ അധികം വളർന്ന ആളുകളാണെങ്കിൽ അത് വെട്ടിക്കൊടുക്കണം. നഖം വളർന്ന ആളുകളാണെങ്കിൽ അത് വെട്ടിക്കൊടുക്കണം. അതൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം തുടങ്ങേണ്ടത് വുളൂ കൊണ്ടാണ്. വുളൂ കൊണ്ട് തുടങ്ങണം. പൂർണ്ണമായ ഒരു വുളൂ നമ്മൾ ചെയ്തു കൊടുക്കണം. അതിൽ മിസ്വാക്ക് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ശീല ചുറ്റിയിട്ട് നനവുള്ള ഒരു കൈ കൊണ്ട് മിസ്വാക്ക് ചെയ്തു കൊടുക്കണം. പൂർണ്ണമായി വുളൂ ചെയ്തതിന് ശേഷം തലയിൽ നിന്ന് തുടങ്ങണം. തല കഴുകിയതിനു ശേഷം അവന്റെ വലതു ഭാഗത്ത് നിന്ന് തുടങ്ങണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബാണ് മരണപ്പെട്ടപ്പോൾ സൈനബിനെ കുളിപ്പിക്കുന്ന പെണ്ണുങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഹദീസാണ് ഇതിന് ആധാരം. ഇബ്ദഉ ബിമയാമീനിക്കും, നിങ്ങളുടെ വലത് കൊണ്ട് തുടങ്ങുക. വലതു ഭാഗം ആദ്യം പൂർണ്ണമായി കഴുകി കൊടുക്കുക, എന്നിട്ട് ഇടത് കൊണ്ട് തുടങ്ങുക. എന്നിട്ട് തിരിച്ചു കിടത്തി അല്ലെങ്കിൽ അതിന്റെ ഒരു വർഷം ഉയർത്തിയതിനു ശേഷം മയ്യത്തിന്റെ പുറത്തു നിന്നും വലതു ഭാഗം, പിന്നീട് ഇടത് ഭാഗം. ഇത് കൃത്യമായി ഒരു തവണ കഴുകിയാൽ ഒരു കുളിയായി. ഇങ്ങനെ 3 തവണ കുളിപ്പിക്കണം എന്നാണ് ഇസ്ലാമിക നിയമപ്രകാരം നമ്മൾ പഠിക്കുന്നത്. ഇനി ഒരുപക്ഷെ 3 പ്രാവശ്യം കുളിപ്പിച്ചതിന് ശേഷവും എന്തെങ്കിലും മാലിന്യം വരികയാണെങ്കിൽ വീണ്ടും കുളിപ്പിക്കണം. അത് 5 ആക്കണം. ഇനിയും വരികയാണെങ്കിൽ അത് 7 ആക്കണം. കാരണം ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ്. അള്ളാഹു വിത്ര, അവൻ ഏകനാണ്. അവൻ വിത്രിനെ ഇഷ്ടപ്പെടുന്നു, ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് കുളിപ്പിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മൾ കുളിപ്പിക്കേണ്ടത്. അവസാനത്തെ കുളിപ്പിക്കലിൽ കർപ്പൂരം നമ്മൾ കലർത്തിക്കൊണ്ട് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് അവസാനത്തെ കുളി പൂർത്തീകരിക്കണമെന്നാണ്. അതിനുശേഷം നമ്മൾ കൃത്യമായി തുടച്ചു കൊടുക്കണം. കുളിച്ചതിന് ശേഷം എന്തെങ്കിലും മാലിന്യം വരികയാണെങ്കിൽ അത് കഴുകി കൊടുക്കാം. വുളുഓ അതുപോലെ തന്നെ കുളിയോ മടക്കേണ്ടതില്ല എന്ന് പണ്ഡിതർ പറഞ്ഞു തരിക. അതിനുശേഷമാണ് കഫൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മരണശേഷം കൊണ്ടുപോകുന്നത് ഈ കഫൻ മാത്രമാണ്. 3 കഷ്ണം തുണിയാണ്. 3 കഷ്ണം തുണി മാത്രം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ അവസാന സമയം അദ്ദേഹത്തിന് വലിയ രോഗം പിടിച്ചു. മരണപ്പെടാൻ ഇങ്ങനെ കിടക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആയിഷ വന്നിട്ട് അബൂബക്കറിന്റെ അഥവാ വാപ്പയുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. വാപ്പ ചോദിച്ചു, മകളെ ഇന്ന് ഏതാണ് ദിവസം? ഇന്ന് തിങ്കളാഴ്ചയാണ്. രണ്ടാമത്തെ ചോദ്യം, മകളെ നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര കഷ്ണം തുണിയിലാണ് കഫൻ ചെയ്തത്? 3 കഷ്ണം തുണിയിലാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅർജു ഫീമാ ബൈനി വബൈനൽ ലൈൽ, ഈ രാത്രി ഞാൻ അല്ലാഹുവിലേക്ക് യാത്രയാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് തിങ്കളാഴ്ചയാണ്. അതേ തിങ്കളാഴ്ച പ്രവാചകൻ മരണപ്പെട്ടത് 63-ാമത്തെ വയസ്സിലാണ്. അതേ 63-ാമത്തെ വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഒരു പനി ബാധിച്ചാണ്. അതേ പനി ബാധിച്ച് ആലോചിച്ചു നോക്കൂ. പ്രവാചകന്റെ ജീവിതകാലത്ത് അബൂബക്കർ എത്രമേൽ ഒട്ടി നിന്നിരുന്നോ അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ രോഗം ബാധിച്ചപ്പോൾ ഇമാമത്ത് നിൽക്കാൻ കൽപ്പിച്ചത് അബൂബക്കറിനെയാണ്. പ്രവാചകൻ ഹിജ്റ ചെയ്യുമ്പോൾ കൂടെ കൂട്ടിക്കൊണ്ടുപോയത് അബൂബക്കറിനെയാണ്. എത്രത്തോളം മരണപ്പെടുമ്പോൾ പോലും അല്ല, മരണപ്പെട്ടതിന് ശേഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അതേ ചാരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ വരികയാണ്. അബൂബക്കർ ചോദിച്ചു, 3 കഷ്ണം തുണിയാണല്ലോ? അതെ. എങ്കിൽ ഒന്നാമത് ഞാൻ ധരിച്ച തുണിയുണ്ട്, അതിനപ്പുറം 2 തുണികൾ മാത്രം നിങ്ങൾ കൂട്ടുക. അതുകൊണ്ടാണ് കഫൻ ആർഭാടമാക്കരുത് എന്ന് പറയാറുണ്ട്. ഏറ്റവും ലളിതമായ 3 വസ്ത്രത്തിൽ. പിന്നെ ഒരുപക്ഷെ ഇനിയും 3 വസ്ത്രം കവർ ചെയ്താലും എന്തെങ്കിലും രോഗമുള്ള ആളാണ്, രക്തം വരാൻ സാധ്യതയുണ്ടെങ്കിൽ 5 വസ്ത്രം, അവിടെയും ഒറ്റയാണ്. നമുക്ക് വസ്ത്രം അധികരിപ്പിക്കാം ആവശ്യമെങ്കിൽ മാത്രം. ഇനി കഫൻ ചെയ്തതിന് ശേഷമാണ് ഒരു മനുഷ്യന്റെ
എന്തെങ്കിലും ഒരു രക്തം വരുന്നു, മാലിന്യം വരുന്നുവെങ്കിൽ കുളിയും അതുപോലെ തന്നെ വുളുവും മടക്കേണ്ടതില്ല. മറിച്ച് അത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു തഖ്ഫീഫാണ്. കാരണം ഇനിയും കുളിപ്പിക്കണമെങ്കിൽ കഫൻ ഇനിയും ഒഴുക്കി അത്തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവരുത്. എന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട് 3 കഷ്ണം തുണിയിൽ നമ്മൾ പൊതിഞ്ഞതിന് ശേഷം അതിന്റെ അധികമായ ഭാഗം തലയുടെ ഭാഗത്ത് ചുറ്റുക എന്നാണ്. അതിന് അവർ പറയുന്ന ഒരു ഹദീസ് എന്താണ്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഉഹദിൽ വഫാത്തായി. നമുക്കറിയാവുന്ന കഥയാണ്. ഉഹദിൽ വഫാത്തായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നമ്മളുടെ പഴയ കാലം ആലോചിച്ചാൽ വലിയ ധനാഢ്യനായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, മുസ്അബ് വരുന്ന ഒരു സന്ദർഭം അന്നത്തെ കാലത്ത് അതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ പോലും മനസ്സിലാക്കിയിരുന്നു. മുസ്അബിന്റെ സുഗന്ധം അത്രമേൽ ഫേമസ് ആയിരുന്നു. അത്രയും റിച്ചായി ജീവിച്ചിരുന്ന ഒരു മുസ്അബ് ഉഹദിൽ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തെ മറമാടാൻ ഒരു കഫൻ പോലും ഇല്ല. ചെറിയ കഫനാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ തല മറിച്ചാൽ കാല് വെളിവാവും, കാല് മറച്ചാൽ തല വെളിവാവും. അപ്പോഴാണ് തല മറച്ചിട്ട് കാലിൽ കേവലം പുല്ല് വെച്ച് അടക്കം ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. അതേ ഹദീസ് തെളിവാണ്. എന്തിന്? തലയുടെ ഭാഗത്താണ് അധികം വരുന്ന തുണി നമ്മൾ കെട്ടേണ്ടത്. കഫൻ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ നമസ്കാരത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ടാണ് പല പണ്ഡിതരും നമസ്കാരത്തിന്റെ ഷർത്ത് പറഞ്ഞു തന്നപ്പോൾ ഒരിക്കലും മയ്യത്ത് കുളിപ്പിക്കാതെ നമസ്കരിക്കാൻ കഴിയില്ല. കഫൻ ചെയ്യുന്നതിന് മുമ്പ് നമസ്കരിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ രീതി ആദ്യം കുളിപ്പിക്കുക, പിന്നീട് കഫൻ ചെയ്യുക, എന്നിട്ടാണ് നമസ്കാരം തുടങ്ങേണ്ടത്. നമ്മൾ ആലോചിച്ചു പോകും. വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും കുളിപ്പിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല, ഒരുപക്ഷെ നമുക്ക് ഇതുപോലെ കഫൻ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും കഴിയുന്ന ഒന്നുണ്ട്, നമസ്കരിക്കാൻ കഴിയുക. പല ആളുകളും മയ്യത്തിനെ കാണാൻ വേണ്ടി പോകും, കണ്ടിട്ട് തിരിച്ചു പോവാണ്. അങ്ങനെ മയ്യത്ത് കാണുന്നത് പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല. മയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലാണ് പുണ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, അതിന്റെ എല്ലാ നിയമങ്ങളും പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമസ്കരിക്കാൻ വേണ്ടി ഏറ്റവും അഹക്കാരാണ്, ഏറ്റവും ആരാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊരു പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ പണ്ഡിതന്മാർ പറയാം ആ പള്ളിയിലെ ഇമാം ആരാണോ അദ്ദേഹമാണ് അഹക്ക്, ഏറ്റവും അർഹതപ്പെട്ടവർ. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ അനുമതി ഉണ്ടെങ്കിൽ, പൊതുവെ നമ്മുടെ നാട്ടുകളിലൊക്കെ അത്തരം പള്ളികളിൽ നിന്ന് ഇമാമാർ അനുമതി കൊടുക്കാറുണ്ട്, എങ്കിലാണ് അതുമായി ബന്ധപ്പെട്ട കുടുംബക്കാർക്കുള്ള അവകാശം പോകുന്നത്. ഇനി വീട്ടിലാണോ നമസ്കരിക്കുന്നത് എങ്കിൽ കുടുംബക്കാരാണ് ഏറ്റവും അർഹരായിട്ടുള്ളത്. മയ്യത്ത് ആണാണെങ്കിൽ അവന്റെ തലഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത്. മയ്യത്ത് പുരുഷനാണെങ്കിൽ അവന്റെ തലഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ വലത് ഭാഗം അല്പം അവന്റെ മയ്യത്തിന്റെ തലയുണ്ടായിരിക്കണം, ഇടത് ഭാഗത്താണ് കാല് വരേണ്ടത്. ആ രീതിയിലാണ് മയ്യത്തിനെ കിടത്തേണ്ടത്. ഇനി സ്ത്രീ ആണെങ്കിൽ മയ്യത്തിന്റെ മധ്യഭാഗത്ത് ഊരയുടെ ഭാഗത്താണ് ഇമാമ് നിൽക്കേണ്ടത്. ഇത് നമ്മൾ അറിയേണ്ടുന്ന ഒരു മസലയാണ്. അവിടെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മയ്യത്ത് പെണ്ണാണെങ്കിൽ എന്തുകൊണ്ടാണ് മധ്യത്തിൽ നിൽക്കുന്നത്? കാരണം ഇമാമ് പിറകിലുള്ള മഅ്മൂമികൾക്ക് അത് ഒരു മറയായി മാറുമെന്നാണ്. പെണ്ണ് മറക്കപ്പെടേണ്ടവളാണല്ലോ, മധ്യത്തിൽ നിന്നാൽ അത് കൂടുതൽ മറയാകും എന്നതിന് വേണ്ടിയാണ് പെണ്ണിന് ഇമാമത്ത് നിൽക്കുമ്പോൾ മധ്യത്തിൽ നിൽക്കണം എന്ന് പറയുന്നത്. നമസ്കാരം 4 തക്ബീറുകളാണ്, നമുക്കറിയാവുന്നതാണ്. ഒന്നാമത്തത് ഫാത്തിഹയാണ്, രണ്ടാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ്, ഇബ്രാഹിമി സ്വലാത്ത്, നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന അതേ സ്വലാത്താണ്. മൂന്നാമത്തതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അവർക്ക് വേണ്ടി നടത്തേണ്ട പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ പ്രാർത്ഥന എത്ര പേർ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ ആ പ്രാർത്ഥന പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നമ്മളത് പഠിച്ചിട്ടില്ല. എങ്കിലും നമ്മളത് പഠിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിന്റെ പാരത്രിക ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതൊക്കെ ചേർത്തിക്കൊണ്ട് നടത്തിയ പ്രാർത്ഥനയാണ്. അതേ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. നമുക്ക് എങ്ങനെയും പ്രാർത്ഥിക്കാം. അറിയാത്ത ഒരാൾക്ക് ഒരുപക്ഷെ അറിയില്ല എന്ന് വെച്ചിട്ട് നിസ്കരിക്കാതിരിക്കേണ്ടതില്ല, എന്ത് പ്രാർത്ഥനയും നടത്താം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു. അത് ഒരുപക്ഷെ മയ്യത്ത് സ്ത്രീയാണെങ്കിൽ അല്ലാഹുമ്മഗ്ഫിർ ലഹ എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ മയ്യത്ത്, അറബി ഭാഷയിൽ മയ്യത്ത് എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അതുകൊണ്ട് ഇഗ്ഫിർ ലഹു, മയ്യത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് സ്ത്രീ ആണെങ്കിൽ കൂടി അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു എന്നും പറയാം. എന്ന് പറഞ്ഞാൽ സ്ത്രീ ആണെങ്കിൽ അല്ലാഹുമ്മഗ്ഫിർ ലഹ എന്നും പറയാം, ഇഗ്ഫിർ ലഹു എന്നും പറയാം. ഒരുപക്ഷെ മുഅന്നസ്, സ്ത്രീലിംഗം ഉപയോഗിക്കാൻ ചില ആളുകൾക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച അതേ പ്രാർത്ഥന ഒട്ടും മാറ്റമില്ലാതെ സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ കൂടി നമുക്ക് അതേ പ്രാർത്ഥന പറയാമെന്നാണ്. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അവർക്ക് പുറത്തു കൊടുക്കാൻ, അവർക്ക് അള്ളാഹുവിന് കരുണ ചെയ്യാൻ, അവർക്ക് ഈ ദുനിയാവിൽ കിട്ടിയതിനേക്കാൾ നല്ല സൗകര്യം നാളെ ഖബറിൽ കൊടുക്കാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. 4ാമത്തെ തക്ബീറിന് ശേഷവും ചെറിയൊരു പ്രാർത്ഥന മുസ്തഹബാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റ വലാ തഫ്തിന്നാ ബഅദ. 4 തക്ബീറുകളാണ്. ഒരാൾ മസ്ബൂക്കായിട്ട് കടന്നു വരിക, ഒരാൾ അല്പം താമസിച്ചു കടന്നു വരികയാണെങ്കിൽ അയാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിക്കിൽ 1ാമത്തെ തക്ബീർ കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ വരുന്നതെങ്കിൽ
അദ്ദേഹത്തിന്റെ തക്ബീർ, ഇമാമിന്റെ തക്ബീർ ഒന്നും പരിഗണിക്കാതെ പുതിയതായി തുടങ്ങി ഫാത്തിഹ മുതൽ തുടങ്ങി അവസാനം ഇമാമ് സലാം വീട്ടിയാൽ എന്താണോ നഷ്ടപ്പെട്ടത് അത് തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇമാമിന്റെ തക്ബീർ ഏതാണ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ കൃത്യമായി അത് ഫോളോ ചെയ്തുകൊണ്ട് പിന്നീട് ഫാത്തിഹ തിരിച്ചെടുക്കാം. ഇത് രണ്ട് രീതിയും പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ ഒരു മയ്യത്തിന് ആവർത്തിച്ച് നമസ്കരിക്കാറുണ്ട്. അതും അനുവദനീയമാണ് എന്ന് പണ്ഡിതർ പറയുന്നുണ്ട്. ഒരു മയ്യത്തിന് വേണ്ടി ഒരാൾ ഇമാമ നമസ്കരിച്ചു, അതേ ആളിന് വീണ്ടും നിൽക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം അയാൾക്ക് വീണ്ടും നിൽക്കാം. മറ്റൊന്ന് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ ഏതെങ്കിലും ഒരു മയ്യത്തിന് വേണ്ടി 3 സഫുകളായി നമസ്കരിച്ചാൽ ഇല്ല ഔജബത്, അവന് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ഷഫാഅത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം, അദ്ദേഹം ഏത് മയ്യത്ത് നമസ്കാരത്തിന് പോയാലും ആളുകളെ 3 സഫുകളായി നിർത്തുമെന്ന, എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 6 പേരേ ഉള്ളൂ എങ്കിൽ കൂടി 2 പേര് വെച്ചിട്ട് 3 സഫുകളാക്കാം. കാരണം ഈ ഹദീസാണ് അതിന് അവലംബം. 3 സഫുകളായി നമസ്കരിച്ചാൽ ഇല്ല ഔജബത്ത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, എത്രത്തോളം ആളുകൾ കൂടുന്നോ അത്രത്തോളം അതിന് പുണ്യമാണ്. മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യം അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഒരു ക്ലാസ്സിൽ ഈ ഹദീസ് പറയാണ്, മയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ്. ആരെങ്കിലും മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്താൽ ഫലഹു ഖീറാത്തുൻ, അവനൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. ആരെങ്കിലും മയ്യത്തിനെ മറമാടുന്നത് വരെ കൂടെ നിന്നാൽ ഫലഹു ഖീറാത്താനി, അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. വമൽ ഖീറാത്ത്, എന്താണ് ഈ ഖീറാത്ത്? അബൂ ഹുറൈറ പറഞ്ഞു കൊടുക്കാണ്, മിസ്ലു ജബൽ ഉഹദ്, ഉഹദ് മലയോളം വലുപ്പം വരുന്ന പ്രതിഫലമാണ്. ഉഹദ് മലയുടെ വലുപ്പം എത്രയാണ്? ഇന്ന് സൗദി പോകാൻ നമുക്ക് കാണാം 5-6 കിലോമീറ്റർ വലിപ്പമുണ്ട്. നമ്മൾ കാണുന്ന ആ തുടക്കം മാത്രമല്ല ഉഹദ് മല, 5-6 കിലോമീറ്റർ വലുപ്പമുള്ള വലിയൊരു മലയുടെ പ്രതിഫലം 2 തവണയുണ്ട്. ഒന്ന് നമസ്കരിച്ചാൽ 1 ഖീറാത്താണ്, ദഫൻ ചെയ്യുന്നത് വരെ കൂടെ നിന്നാൽ 2 ഖീറാത്താണ്. ഇത് പറയുമ്പോൾ സദസ്സിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അത് അത്ഭുതം. ഇത്രയും വലിയ പണ്ഡിതനാണ്, പക്ഷെ അദ്ദേഹത്തിന് ഈ ഹദീസ് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് വലിയ നിരാശയായി, വലിയ അത്ഭുതമായി. കാരണം ഈ ഹദീസ് അറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ചില സമയത്ത് നമസ്കരിച്ചിട്ട് തിരിച്ചു പോകും, ദഫൻ ചെയ്യുന്നത് വരെ നിൽക്കില്ലായിരുന്നു. ഇദ്ദേഹം അത്ഭുതം കൊണ്ട് പെട്ടെന്ന് ആയിഷയിലേക്ക് ഒരാളെ വിട്ടു. അബൂ ഹുറൈറ ഇങ്ങനെ ഒരു ഹദീസ് പറയുന്നുണ്ട്, അത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ആ മനുഷ്യൻ ആയിഷയുടെ അടുത്ത് പോയി തിരിച്ചു വന്നിട്ട് ഇബ്നു ഉമറിനോട് പറയാണ്, ആയിഷ പറഞ്ഞിട്ടുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് സഹീഹാണ്, അത് ശരിയാണ്. ആരെങ്കിലും അങ്ങനെ നമസ്കരിച്ചാൽ 2 ഖീറാത്തുണ്ട്. ഇത് കേട്ടിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ നിരാശപ്പെട്ടിട്ട് അദ്ദേഹം പറയാണ്, വകം മിൻ ഖീറാത്തിൻ, എത്ര ഖീറാത്തുകളാണ് ഇബ്നു ഉമർ ഈ ഹദീസ് അറിയാത്തതിന്റെ പേരിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ആലോചിച്ചു, എത്ര ഖീറാത്തുകൾ. ഫഅമ്മാ മൻ തഖലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ. നമ്മൾ അങ്ങനെ പഠിക്കണം. ഫഅമ്മാ മൻ തഖലത് മവാസീനുഹു, നാളെ അല്ലാഹു തൂക്കുമ്പോൾ തൂക്കം കൂടിയവൻ ഫഹുവ ഫീ ഐശത്തിൻ, അവന് നല്ലൊരു റാദിയായ ഒരു ജീവിതമുണ്ട്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, ആർക്കെങ്കിലും തൂക്കം കുറഞ്ഞു പോയ നാളെ തൂക്കും. ഇങ്ങനെ തൂക്കുമ്പോൾ തൂക്കം കൂടിയ സാധനം എന്താണ് നമ്മൾ പഠിക്കണമല്ലോ. അതുകൊണ്ടാണ് ജുമാക്ക് നേരത്തെ വന്നാൽ ഒരു ഒട്ടകത്തെ അർത്ഥ പ്രതിഫലമുണ്ട്. ഒട്ടകത്തിന്റെ കനവും തൂക്കം എത്ര വലുതാണ്, നമ്മൾ അങ്ങനെ പഠിക്കണം. പക്ഷെ ഒട്ടകമല്ല, വലിയ ഉഹുദ് മലയോളം എന്ന് പറഞ്ഞാൽ നാളെ തൂക്കം വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇബ്നു ഉമർ വലിയ നിരാശയായത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇടങ്ങളിൽ നമസ്കരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെയാണ് നമസ്കാര ശേഷമാണ് തശീഉൽ ജനാസ, ജനാസയെ നമ്മൾ അനുഗമിക്കുക എന്ന് പറയുന്നത്. അതും വലിയ പുണ്യമുള്ള കാര്യമാണ്. ജനാസയെ അനുഗമിക്കുക. അസ്രിഉ അൽ ജനാസ, നിങ്ങൾ ജനാസയെ ധൃതിയിൽ കൊണ്ടുപോവുക. അതൊരുപക്ഷെ നല്ലതാണെങ്കിൽ അത് നന്മയിലേക്ക് പോവാൻ, അതൊരുപക്ഷെ ചീത്ത മയ്യത്താണെങ്കിൽ നിങ്ങളുടെ പെരടിയിൽ നിന്നും ഒരു തിന്മയെ നിങ്ങൾ ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക. ജനാസയെ കൊണ്ടുപോകുന്ന ഇടങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം. എന്നിട്ട് എങ്ങനെയാണ് ജനാസയെ മറവ് ചെയ്യേണ്ടത് എന്നതുപോലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മയ്യത്തിനെ കിടത്തുമ്പോൾ വലത് ചെരിഞ്ഞ് കിടത്തുക. എന്തിനോട് കിയാസ് ചെയ്തിട്ട്? ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങുകയാണ്, ഏതെങ്കിലും സന്ദർഭത്തിൽ ഉറങ്ങാൻ, അവന് വലത് ചെരിഞ്ഞുറങ്ങലാണ് സുന്നത്ത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടെ പോലും ഉറക്ക് പോലും മരണത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്നൗമു അഖുൽ മൗത്ത്, മരണം ഉറക്കിന്റെ സഹോദരനാണ്. ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴായിരിക്കും മരണപ്പെടാം, നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കവുമായി ബന്ധപ്പെട്ട് പല ദിക്ർ ദുആകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഒരു മനുഷ്യൻ അവസാനം യാത്ര പറയുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, അതിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലണം. ഖബറിലേക്ക് ഒരു മയ്യത്തിനെ കിടത്തുന്നത് വലത് ചെരിഞ്ഞിട്ടാണ് കിടത്തുന്നത്. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്, പിന്നീട് അതിനെ മറമാടുമ്പോൾ
ഏതാണോ നമ്മൾ ഖബർ കുഴിക്കാൻ ഉപയോഗിച്ച മണ്ണ്, അതിനേക്കാൾ ഒരല്പം മണ്ണ് പോലും ഉപയോഗിക്കരുതെന്നാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വിവരിച്ച സമയത്ത് നമ്മൾ കാണാൻ അത് വളരെ പരന്നൊരു ഖബറായിരുന്നു. പ്രവാചകന്റെ ഖബർ പരന്നൊരു ഖബറായിരുന്നു. പരമാവധി ഒരു ചാണ് വരെ മണ്ണ് കൊണ്ട് ഉയർത്താം. ഏതാണോ ഉപയോഗിച്ച മണ്ണ് അത് ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താം എന്നതല്ലാതെ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇനി എത്ര മക്ബറുകൾ നമ്മൾ കാണുന്നുണ്ട്. എത്രയാണ് അതിന്റെ ഉയരം കൂടുന്നവരും മക്ബറയുടെ പ്രൗഢി കൂടി എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. മക്ബർക്ക് ഒരു ഉയരം, അതിനുശേഷം ഒരു കുബ്ബ, അതിനുശേഷം വലിയ, എത്രത്തോളം നമ്മൾ മക്ബറയുമായി ബന്ധപ്പെട്ട് എത്ര പുത്തൻ അനാചാരങ്ങൾ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. ചില ആളുകളുടെ ഖബറിൽ പച്ച വിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ പച്ച വിരിക്കേണ്ടത് അർഹമായിട്ട് ലോകത്താരെങ്കിലും ഉണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറല്ലേ. ആ ഖബറിനെ കണ്ട സഹാബാക്കൾ പറയാണ്, പ്രവാചകന്റെ ഖബർ പരന്നതായിരുന്നു. ആ മണ്ണിൽ മാത്രം, ഒന്നുമില്ല, ഒരിടത്തുമില്ല, ഒന്നുമില്ലാതെ അന്ന് മറമാടി അതേ മണ്ണിൽ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന സുന്നത്ത്. അതിനപ്പുറത്തേക്ക്, ഒരു ചാണിനപ്പുറത്തേക്ക് ഒരു ഖബറും ഉയർത്താനേ പാടില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അയ്യുജസ്സൽ ഖബർ, ഖബറിനെ കുമ്മായമിടുന്നത്. ഇന്ന് കുമ്മായം മാത്രമല്ല, കോൺക്രീറ്റ് ആണ് നമ്മൾ ഇന്ന് ഖബറിൽ കാണുന്നത്. എത്ര ഹറാമായ കാര്യമാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ. അതേതൊരു മഹാന്റെ ഖബറാണ് എന്ന് പറഞ്ഞാലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറമാടി കഴിഞ്ഞാൽ ഇസ്അലു ലഹു തസ്ബീത്ത്, അവന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണം. ഫഇന്നഹു ആന യുസ്അൽ, ഇപ്പോൾ അവൻ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് വെച്ചു, ആളുകൾ പിരിയാൻ അതേ ഒന്നും സമയമില്ല. ആ സമയമാവുമ്പോഴേക്കും മലക്കുകൾ അവന്റെ അടുക്കലേക്ക് വരുന്നു, അവനോട് ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പനേരം മറമാടിയതിനു ശേഷം പെട്ടെന്ന് പിരിഞ്ഞു പോകാതെ, പ്രത്യേകിച്ച് കുടുംബക്കാർ ഒരല്പസമയം ദീർഘമായി നിന്ന് അവന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണം. എങ്ങനെയാ തസ്ബീത്തിനെ ചോദിക്കുക? തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോൾ ഈ മുഅ്മിനിന് മറുപടി പറയാനുള്ള സ്ഥൈര്യം കൊടുക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അതിന് പ്രത്യേകം ലഫ്ളുകളൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. ഒരുപക്ഷെ ഇത് നമ്മൾ പൊതുവെ കേൾക്കുന്ന അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ അവൻ ചോദിക്കുമ്പോൾ സ്ഥൈര്യം കൊടുക്കണേ എന്ന വാക്കുകൾ ഉപയോഗിക്കാം, അതല്ലാത്ത പ്രാർത്ഥനകൾ ഉപയോഗിക്കാം. എന്നിരുന്നാലും ദീർഘമായി നമ്മൾ അവന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണം. അത് തസ്ബീത്തിനെ ചോദിക്കേണ്ട സമയം. ചില ആളുകൾ ആ സമയത്ത് യാസീൻ ഓതുന്നതായി നമ്മൾ കാണുന്നു, സൂറത്തുൽ മുൽക്കുകൾ പാരായണം ചെയ്യുന്നതായി കാണുന്നു. നമ്മൾ ആലോചിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖുർആൻ പാരായണം നല്ലതാണ് എന്ന് പ്രവാചകൻ അറിയുമായിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ എന്തു പറഞ്ഞു അവിടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, തസ്ബീത്തിനെ ചോദിക്കുക. കാരണം ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ അവനോട് ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നതുപോലെ നമ്മൾ മറമാടിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കാണുന്നത് തഅസിയത്തിന്റെ ചില നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കുക, അവർക്ക് സമാധാനം നൽകാനുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു മുഅ്മിനിനെ തഅസിയത്ത് ചെയ്താൽ ഹുലലും മിൻ യൗമിൽ ഖിയാമ, അവന് ഖിയാമത്ത് നാളിൽ അല്ലാഹു ആദരവിന്റെ വലിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുമെന്നാണ്. ഒരു മനുഷ്യന് ഒരുപക്ഷെ പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടാണ് മരണം നടന്നതെങ്കിൽ അയാൾക്കുണ്ടാകുന്ന വേദന വളരെ വലുതാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തഅസിയത്ത് നടത്തുക എന്നത് പ്രത്യേകം സുന്നത്താണ്. അവിടെ തന്നെ നമ്മൾ ജനാസ അനുഭവിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ഇന്ന് നാട്ടിൽ കണ്ടുവരുന്ന വല്ലാത്തൊരു അനാചാരമാണ്, ആ ജനാസ കൊണ്ടുപോകുമ്പോൾ ആളുകൾ തഹ്ലീൽ വിളിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ വിളിക്കുക. പ്രിയമുള്ളവർ, നമ്മൾ ഷാഫി മദ്ഹബിൽ തന്നെ പ്രാമാണികനായ ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ ഉദ്ധരിക്കുകയാണ്, യഹ്സുനു സുകൂത്ത്, അത്തരം സന്ദർഭത്തിൽ നിശബ്ദമായിട്ടാണ് പോകേണ്ടത്. കാരണം ജനാസയെ അനുഗമിക്കുമ്പോൾ, മയ്യത്ത് നമസ്കരിക്കുമ്പോൾ, ഖബറിലേക്ക് പോകുമ്പോൾ ഒക്കെ നമുക്കുണ്ടാകേണ്ട ചിന്തയുണ്ട്. അവിടെ ഒരു ശബ്ദവുമില്ല, നമ്മൾ നിശബ്ദമായി മരണത്തെക്കുറിച്ച് ഓർക്കണം. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ജനാസയെ അനുഗമിക്കുക, ആഖിറം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എന്നെയും ഇതുപോലെ കൊണ്ടുപോകുമല്ലോ, ഞാനന്ന് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും, ഞാനും ഇതുപോലെ ഇങ്ങനെ കിടന്നിട്ട് പോകുമല്ലോ എന്ന് ഓർമ്മ ഉണ്ടാകണം. വസൂറുൽ ഖുബൂർ, നിങ്ങൾ കബറുകളെ സന്ദർശിക്കൂ, ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് മരണം നിങ്ങളെ ഓർമ്മിപ്പിക്കും. അങ്ങനെ ഓർമ്മ വേണം. അവിടെ യഹ്സുനു സുകൂത്ത്, നിങ്ങൾ മൗനം പാലിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. തഅസിയത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ തഅസിയത്ത് ചെയ്യാൻ ഇന്ന് നമ്മൾ കാണുന്നത് ഒരുപാട് അനാചാരങ്ങളാണ്. നമ്മൾ ആലോചിച്ചു, മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണ വീട്, പ്രിയമുള്ളവരെ, നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ വീട് നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കല്യാണ വീടിന് സമാനമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മരണപ്പെട്ട വീടുകൾ എന്തായി മാറുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജാഫർ മരണപ്പെട്ടപ്പോൾ, ജാഫർ ഷഹീദായിട്ടാണ് മരണപ്പെട്ടത്, ഇസ്നഉ ലിആല ജഅഫർ തആമൻ, ജാഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. കാരണം അന്ന് അവർക്കുണ്ടാകുന്ന പ്രയാസത്തിൽ ഒരുപക്ഷെ അവർ തിന്നില്ല, അവരെ തിന്നാൻ നിർബന്ധിപ്പിക്കണം എന്നുകൂടെ നമുക്ക് ഹദീസിൽ കാണാം, ചില കിതാബുകളിൽ കാണാം. എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട വീട്ടുകാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ് എന്ന് ആലോചിച്ചു. ഇന്ന് മരണപ്പെട്ട വീട്ടുകാർ വരുന്നവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെ? നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് 3-ന്റെ അന്ന് കണ്ണോക്ക് എന്ന് പറഞ്ഞ പുതിയൊരു ആചാരമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കണ്ണോക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടോ? മയ്യത്തിന്റെ കണ്ണ് 3-ാമത്തെ ദിവസം നശിച്ചു പോകും എന്നതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു തരണ്ടേ? അങ്ങനെ ഒരു 3-ന്റെ അന്ന് സഹാബാക്കൾ ആചരിച്ചതായി കാണണ്ടേ? നമ്മൾ അങ്ങനെ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആചാരമില്ല. ഇന്ന് ആളുകൾ അന്ന് ഉച്ചക്ക് വിഭവസമൃദ്ധമായ പല ചോറുകളും പല കറികളും അത്തരത്തിൽ ആളുകൾ തിക്കിത്തിരക്കി ഒരു കല്യാണ സമാനമായ വീട് നമ്മൾ കാണുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കും, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആര് ഉപേക്ഷിച്ചോ അപ്പോഴേക്ക് പുത്തൻ ആചാരത്തിലേക്ക് ആളുകൾ കടന്നു പോവാം. ചില സമയത്ത് നമ്മൾ കാണാം, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ആ പള്ളിയിൽ ഉസ്താദും അതുപോലുള്ള മഹലിൽ എല്ലാവരും കടന്നു ചെല്ലുന്നുണ്ട്. അങ്ങനെ പോകാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അന്ന് അവിടെ രാവിലെ ചായ സൽക്കാരമാണ്, വിവിധ തരം കടികൾ, എണ്ണക്കടികൾ, അത്തരം പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ആളുകൾ ഇത് തിന്നിട്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോവാം. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? പ്രിയമുള്ളവർ, അവിടെയാണ് സഹാബാക്കൾ പറയുന്ന ഒരു ഹദീസ് നമ്മൾ കേൾക്കണം. സഹാബാക്കൾ പറയാൻ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് നിയാഹത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയാഹത്തിനെ നിരോധിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് വേണ്ടി വിലാപങ്ങൾ ഉറക്കെ കരയുക, അല്ലെങ്കിൽ അവന്റെ മഫാഹിറുകൾ പറഞ്ഞുകൊണ്ട് പെരുമ പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് കരയുക നിയാഹത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരോധിച്ചിട്ടുണ്ട്. അതേ വകുപ്പിലാണ് നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ നമ്മൾ ഗണിച്ചിട്ടുള്ളത് എന്ന് സഹാബാക്കൾ പറയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരം മരണ വീടുകൾ ഇങ്ങനെ കല്യാണ വീടുകളായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. അതൊരു പുത്തൻ ആചാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താസിയത്തിന് വേണ്ടി പറഞ്ഞു തന്നപ്പോൾ 3 ദിവസം എന്ന കണക്കൊന്നും പറഞ്ഞു തന്നില്ല. ഒരു പക്ഷം 3 ദിവസത്തിന് ശേഷവും അവര് റിക്കവറി ചെയ്യാൻ പറ്റിയില്ലേ, നമ്മൾ ഇനിയും പോയി കാണണം, നമ്മൾ സമാധാനിപ്പിക്കണം. അതാണ് താസിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഖബറടക്കിയതിനു ശേഷം നമസ്കാരത്തിന് എത്താൻ കഴിഞ്ഞില്ല, അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിരുന്ന വിധിയുണ്ട്. അവന് ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നമസ്കരിക്കാം. ഒരുപക്ഷെ ഉമ്മ മരണപ്പെട്ടു പോയി, പ്രവാസത്തായിരുന്നു മകൻ, 1 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്, എങ്കിലും അവൻ ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് നമസ്കരിക്കാം. അതെങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? നമ്മൾ ഇമാമ് പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്നത് പോലെ ഇമാമിന്റെ മുമ്പിൽ നേരെ മയ്യത്താണ്, അതിന് മുമ്പിൽ കിബിലയാണ് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെയും കിബിലയുടെയും ഇടയിൽ മയ്യത്തിരിക്കുന്നത് പോലെ ഖബറെടുത്ത് നമസ്കരിക്കുമ്പോഴും അവന്റെയും കിബിലയുടെയും നടുക്ക് ഖബർ വരിക എന്ന രീതിയിൽ നമസ്കരിക്കാം. എന്ന് പറഞ്ഞാൽ അസ്വലാത്തു ഷഫാഅത്തുൻ, നമ്മൾ നമസ്കാരം വിടരുത്. 6 മാസമായി 7 മാസമായി എന്നിട്ടാണ് മകൻ വരുന്നത്, കുടുംബക്കാർ വരുന്നത്, എങ്കിൽ കൂടെ അസ്വലാത്തു ഷഫാഅത്തുൻ, നമസ്കാരം എന്താണ്? ഷഫാഅത്താണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നതുപോലെ നമ്മൾ അത്തരം നമസ്കാരങ്ങൾ വഴികയാണെങ്കിൽ പോലും നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് മയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും അത് ഏതെങ്കിലും ചില ഖുതുബകൾ കൊണ്ട് പറഞ്ഞൊപ്പിക്കാൻ കഴിയുന്നതല്ല, നമ്മൾ പഠിക്കണം. നമ്മളും അത്തരം വാക്യങ്ങളും അത്തരം നിയമങ്ങളും പഠിക്കുമ്പോൾ നമ്മളും യാത്ര ചെയ്യാനുള്ളവരാണ് എന്നൊരു ഓർമ്മ നമുക്ക് വരും. അള്ളാഹു നമ്മുടെയൊക്കെ മരണം ഏറ്റവും നല്ല സുഹൃതം ചെയ്യുന്ന, ഏറ്റവും നല്ല തൗബയും ഒക്കെ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങാൻ ഏറ്റവും അനുസൂനമായ ഒരു സമയത്ത് അള്ളാഹു നമുക്കൊക്കെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്തു പോയ ചെറുതു വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبر. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മയ്യത്ത് മരണപ്പെട്ടാൽ അവന്റെ എല്ലാ അമലുകളും നിലച്ചു പോകും, 3 എണ്ണം ഒഴികെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിൽ 3ാമതായി പറയുന്നത് കാണാം, സദഖത്തുൻ ജാരിയ, ജാരിയായ സ്വതക്കയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സ്വതക്ക ചെയ്യാറുണ്ട്, പക്ഷെ ചെയ്യുമ്പോൾ ജാരിയായ സ്വതക്കകൾ കൂടി ആവണം എന്നൊരു നിർബന്ധം നമുക്ക് വേണം. അതല്ലാതെ അതും ചെയ്യാം, പക്ഷെ നിലച്ചു പോകാതെ പ്രതിഫലം ലഭിക്കുന്ന ചില സ്വതക്കകൾ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ ഇത് പറയാൻ കാരണം MSM നമുക്കറിയാം, ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ദിശാബോധം നൽകുന്ന ഒരു കൂട്ടായ്മയാണ്. ഡിസംബറിൽ 25, 26, 27 ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഗംഭീരമായ, അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ ഇന്ന് നമ്മൾ ക്യാമ്പസിൽ, ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ
നമ്മൾ കുട്ടികളുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇന്ന് കുട്ടികൾ 9ാം ക്ലാസ്സിലത്തെ ടെസ്റ്റ് നോക്കി പഠിക്കാൻ ജെൻഡറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നീ ആണാണോ പെണ്ണാണോ എന്ന് നീ തീരുമാനിക്കേണ്ട, നിനക്ക് തോന്നുന്നതാവാം എന്നോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു. ഇനി നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരാരെ കല്യാണം കഴിക്കും എന്നോട് നമുക്ക് തിട്ടം പറയാൻ കഴിയില്ല. നീ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ എന്റെ പേര് ആണാണെന്നോ പെണ്ണാണെന്നോ പറയാൻ കഴിയാതെ ഒരു ദിശാബോധമില്ലാത്ത കുട്ടികളെ വളരാൻ പോവാണ്. ഇവിടെ അവർക്ക് ഒരു ദീൻ പറഞ്ഞു കൊടുക്കാൻ ലഹരി എത്രത്തോളം ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. പ്രണയം എത്രത്തോളമാണ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, കുറച്ച് ദിവസം മുമ്പാണ് എയ്ഡ്സിന്റെ ഒരു ദിനം ആചരിച്ചത്. പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എയ്ഡ്സ് എന്ന രോഗം വളരെ വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. ആർക്കിടയിൽ? ഇന്ന് പ്രീ മാരിറ്റൽ കല്യാണം പോലും കഴിക്കാത്ത കുട്ടികൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് സ്വവർഗ ലൈംഗികതയാണ്, തുറന്ന ലൈംഗികത. ആർക്കും ആരോടും എന്തുമാകാം. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. കുട്ടികളോട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതിൽ ബെസ്റ്റി ഉണ്ടല്ലോ, ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, എന്നാൽ നിനക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണ് ഈ ബെനിഫിറ്റ്? വിവാഹത്തിന് മുമ്പ് നിനക്ക് വേണ്ടതൊക്കെ ചെയ്യാം എന്നതാണ് ബെനിഫിറ്റ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്ന ഇത്രയും വലിയ ഒരു ദുഷ്കരമായ ഒരു പ്രതിസന്ധിയിൽ അവർക്ക് ആരാ ദിശാബോധം നൽകുക? ഒരു MSM അല്ല, 10,000 MSM ഉണ്ടായാലും ഈ ആവശ്യം നിർവഹിക്കപ്പെടാൻ സാധ്യതയില്ല. അത്രയും പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു വലിയ ദൗത്യത്തിന് മുന്നേ തന്നെ വലിയ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അതിലൊക്കെ വലിയൊരു ബാധ്യത സാമ്പത്തികമായി കടന്നു വരുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ജാരിയായ സ്വതക്ക എവിടെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതൊരു പരിപാടിക്ക് വേണ്ടിയുള്ള സ്വതക്ക എന്നതിനും അപ്പുറത്തേക്ക് ഒരു തലമുറയെ നമ്മൾ കെട്ടിപ്പടുത്താൻ, വളർത്തിയെടുക്കാൻ, ജഅൽനാലിൽ മുത്തഖീന ഇമാമ, ഇമാമിയങ്ങളായ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ഒരു സംരംഭമായി കണ്ട് നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ അതിൽ നിർവഹിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് ഏറ്റവും നന്നാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെയൊക്കെ പരലോക ജീവിതം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളുടെയും പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ മക്കളിൽ എല്ലാവിധ ഖൈറ് ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അവർക്ക് ശാശ്വതമായി പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم